നമ്മുടെ ക്ലച്ച് അസംബ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു നെറ്റാണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ടൂളുണ്ട്. ഇത് നേരെ വെച്ചിട്ട് ഗണ്ണായിട്ടൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഊരി കിട്ടും. നമ്മുടെ ക്ലച്ചിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു വലിയൊരു റിട്ടേൺ സ്പ്രിങ്ങും പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഷൂസുമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിനകത്ത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇതൊരു അടിച്ചിട്ട് തന്നെ ഒരുപാട് പിന്നെ ഡസ്റ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്രീസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതും കൂടി പീസാക്കിയിട്ട് ഉള്ളിൽ ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഈ വർക്ക് കഴിഞ്ഞു. പിന്നെ നമുക്കെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മൾ ക്ലച്ച് പീസാക്കിയപ്പോൾ ക്ലച്ചിൻ്റെ ഉള്ളത്തെ അവസ്ഥയാണിത്. ഇതിനകത്ത് ഒരു തുള്ളി ഗ്രീസ് വരെ ഇല്ലാണ്ട് ഒക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണിത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അയച്ച് നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ല ഗ്രീസ് ഇട്ട് തിരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലച്ച് അയക്കുന്ന സമയത്ത് ഇത് ഗ്രീസ് ചെയ്തിട്ട് ഇടമെന്ന് പറയാൻ കാരണം ഇതിന് വേറെ ലൂബ്രിക്കേഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഗ്രീസ് വെച്ചിട്ട് തന്നെയാണ് ഇത് റൺ ആവുക.